കൊല്ലൂർ മൂകാംബിക, എറണാകുളം ചോറ്റാനിക്കര എന്നിവിടങ്ങളിലേക്കായി സർവീസുകൾ ആരംഭിക്കുന്ന വല്യാളൻ ട്രാൻസ്പോർട്ടിന്റെ 2 സ്ലീപ്പർ കോച്ച് ബസ്സുകളുടെ ഫ്ളാഗ് ഓഫ് ചടങ്ങ് നടന്നു. കാഞ്ഞങ്ങാട് അലാമിപ്പള്ളിയിലെ പുതിയ ബസ് സ്റ്റാൻഡിൽ വെച്ചാണ് ഫ്ളാഗ് ഓഫ് നടന്നത്. വടക്കേ മലബാറിലെ യാത്രക്കാർക്ക് ആശ്വാസമാകും വിധമുള്ള സമയക്രമീകരണങ്ങളോടെയുള്ള ബസ് സർവീസ് കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ വി രമേശനും കാഞ്ഞങ്ങാട് മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് സി ആസിഫും ചേർന്ന് ഇരു ബസ്സുകളുടെ ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിച്ച് ഉദ്ഘാടനം ചെയ്തു. തീർത്ഥാടന കേന്ദ്രമായ മൂകാംബികയിലേക്കും ചോറ്റാനിക്കരയിലേക്കും കാഞ്ഞങ്ങാടുന്ന് ബസ് യാത്ര ചെയ്യാൻ ഉള്ള സൗകര്യം കാഞ്ഞങ്ങാട്ടുകാരായ നമ്മുടെ പ്രവാസി കൂടിയായിട്ടുള്ള ബാലകൃഷ്ണേട്ടൻ്റെ കുടുംബം അതിൻ്റെ ഒരു പുതിയ സംരംഭം ആരംഭിക്കുകയാണ്. കാഞ്ഞങ്ങാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായ ഒരു മുഹൂർത്തമാണ്. 2 പ്രധാന ക്ഷേത്ര നഗരിയിലേക്ക് കാഞ്ഞങ്ങാടുന്ന് യാത്ര അത് സ്ലീപ്പർ ബസ് ആധുനിക സൗകര്യത്തോടു കൂടിയിട്ടുള്ള യാത്ര ചെയ്യാൻ കഴിയത്തക്ക നിലയിലുള്ള സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത്. ആ സന്തോഷ മുഹൂർത്തത്തിലാണ് നമ്മളെല്ലാവരും ഒത്തുചേരുന്നത്. ഇവിടെ കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡിൽ ഇപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ തന്നെയാണ്. വൈകുന്നേരം ഇവിടുന്നാണ് എല്ലാ ടൂറിസ്റ്റ് ബാംഗ്ലൂരേക്ക് നിരവധി ബസ്സുകളാണ് ഒരു സന്ധ്യ കഴിഞ്ഞാൽ ഇവിടുന്ന് പുറപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ നഗരം അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു വികസനത്തിൽ. നേരത്തെ നമ്മൾ തീരുമാനിച്ച നിലയിലുള്ള ഏറ്റവും പ്രയാസകരമായ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഈ ബസ് സ്റ്റാൻഡ് പൂർണ്ണമായും ചാലുവാകാത്തത്, ബസ്സിന് ഇവിടെ ഓടിയെത്താനുള്ള ടൈമിങ്ങിൻ്റെ പ്രശ്നവും അതുപോലെ തന്നെ നമ്മുടെ ഫെയർ സ്റ്റേജിൻ്റെ പ്രശ്നമാണ്. കഴിഞ്ഞ ആഴ്ചയിൽ ട്രാൻസ്പോർട്ട് വകുപ്പിൻ്റെ ബോർഡ് യോഗം ചേർന്ന് നമ്മുടെ കാര്യം അംഗീകരിച്ചിരിക്കുകയാണ്. ഇവിടെ കുമാരേട്ടൻ, ആസിഫ്, ചന്ദ്രേട്ടൻ, മഹേഷ് അടക്കമുള്ള പ്രിയപ്പെട്ട കാഞ്ഞങ്ങാട്ടെ പ്രിയപ്പെട്ട വ്യക്തിത്വങ്ങളെ എല്ലാ മേഖലയിൽ നിന്ന് ആൾക്കാർ ഇവിടെ എത്തിച്ചേർന്നു. കാരണം നല്ലൊരു സുന്ദര മുഹൂർത്തത്തിലാണ് നമ്മേവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നമ്മുടെ പ്രിയപ്പെട്ട കാഞ്ഞങ്ങാടിനെ സ്നേഹിക്കുന്ന പ്രവാസി എന്ന് പറയാം. കാരണം ബാലകൃഷ്ണേട്ടൻ നമുക്കറിയാം, വളർന്നു വരുന്ന കാഞ്ഞങ്ങാട് പട്ടണത്തിൽ ഒരു അപ്ഡേഷൻ ആയിക്കൊണ്ട് വീണ്ടും ബസ്, നേരത്തെ രമേശേട്ടൻ പറഞ്ഞതുപോലെ ഒരു അപ്ഡേഷൻ, പുതിയ രീതിയിലുള്ളൊരു സ്ലീപ്പർ കാഞ്ഞങ്ങാട്. മറ്റ് ബസ്സുകളൊക്കെ ഇവിടുന്ന് മംഗലാപുരത്തുനിന്നും ഇവിടുന്നാണ് തുടങ്ങുന്നത്. കാഞ്ഞങ്ങാടും തുടങ്ങുന്ന ഒരു ബസ് ആദ്യമായിട്ടാണ് തോന്നുന്നത് എനിക്ക് ഇത്രയും വലിയൊരു പദ്ധതിയായിട്ട് ഇവർ കൊണ്ടുവന്നിട്ടുള്ളത്. ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും നേരുന്നു. രമേശേട്ടൻ പറഞ്ഞതുപോലെ ഇനിയും ഒരുപാട് ബസ്സുകൾ നിരത്തിലിറക്കാനും അതുപോലെ സൗകര്യപ്രദമായ രീതിയിൽ ഓടുവാനും ലാഭം നേടുവാനും ഈ കുടുംബത്തിനും മറ്റു ഇത് വേണ്ടപ്പെട്ട വല്യാളൻ ട്രാവൽസിനും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. തുടർന്ന് സന്തോഷ സൂചകമായി കേക്ക് മുറിച്ച് ആഹ്ലാദം പങ്കിടുകയും ചെയ്തു. അജാനൂർ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MV രാഘവൻ അധ്യക്ഷത വഹിച്ചു. കാഞ്ഞങ്ങാട് നഗരസഭാ മെമ്പർ സ്വപ്ന, ബസ് ഓണേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് പ്രദീപ്, ടൂറിസ്റ്റ് ബസ് അസോസിയേഷൻ ഭാരവാഹി മനു RMS, ഐശ്വര്യകുമാരൻ, സതീശൻ വരദായിനി, ബാലകൃഷ്ണൻ, ആസിഫ് മെട്രോ, മഹേഷ് പുതുച്ചേരി, സജിൻ മുച്ചിലോട്ട്, രമ ബാലകൃഷ്ണൻ, അമൽ കൃഷ്ണൻ, PV കുഞ്ഞിക്കണ്ണൻ എന്നിവർ സംസാരിച്ചു. ദിവസവും വൈകുന്നേരം 4 മണിക്ക് കൊല്ലൂർ മൂകാംബികയിൽ നിന്നും പുറപ്പെട്ട് ചോറ്റാനിക്കര, രാവിലെ 6:20 വൈകുന്നേരം 7:40 എറണാകുളം ചോറ്റാനിക്കരയിൽ പുറപ്പെട്ട് രാവിലെ 7:40 കൊല്ലൂർ മൂകാംബികയിലെത്തുന്ന രീതിയിലാണ് ബസ്സുകളുടെ സർവീസ് ക്രമീകരിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.